ഹായ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞുങ്ങൾ ആമയെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു. രണ്ട് തരത്തിലായിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ വന്നിരുന്നത്. കുറച്ച് പേര് മനുഷ്യസ്നേഹികളും കുറച്ച് പേര് മൃഗസ്നേഹികളും. എനിക്ക് അത്തരത്തിലാണ് ആ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഈ വീഡിയോയെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. മാത്രമല്ല, എന്നിലെ ഒരു മൃഗസ്നേഹി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാം എന്നുള്ള ഒരു ആഗ്രഹത്താലുമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്നോ ഞാൻ വിചാരിച്ചതേ അല്ല. അപ്പം എന്നിലെ മൃഗസ്നേഹിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നതിന് മുമ്പായിട്ട് എന്നിലെ മനുഷ്യസ്നേഹിയെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ പേജ് വഴി തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേരുടെ വിഷമങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വാക്കാലും പ്രവർത്തിയാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ പലർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്കത് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അതായത് ഇപ്പോൾ പല കേസിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതത്തിൽ വിരക്തി തോന്നിയിട്ടുള്ള, ജീവിതത്തോട് മടുപ്പ് തോന്നിയിട്ടുള്ള, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഞാൻ എന്ന വ്യക്തി വളരെ വലിയ രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ള ഒരാളോ അല്ലെങ്കിൽ മെൻ്റലി ഓക്കെ ആയിട്ടുള്ള ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടല്ല. ഞാൻ ഇത്തരത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാനൊരു സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എൻ്റെ അവസ്ഥ അത്രയും നല്ല രീതിയിലുള്ളൊരു അവസ്ഥയിലല്ല. അത്രയും ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ഞാൻ മറ്റൊരു മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കാനും മറ്റൊരു മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ വിഷമങ്ങൾ എൻ്റെ അടുത്ത് തുറന്ന് പറയുമ്പം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ, അത് വാക്കാലും പ്രവർത്തിയാലും ഞാൻ ചെയ്യാൻ മുൻകൈ എടുക്കുന്നത്. അപ്പം ഇതാണ് എന്നിലെ മനുഷ്യസ്നേഹി. അതായത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ കാരണം കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെയോ നൽകുവാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. അതും ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ, ഈ ഫേസ്ബുക്കിൽ നിന്നുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി അപ്പം എന്നിലെ മൃഗസ്നേഹിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ, ഈ ആമയുടെ വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് കാണാത്തൊരു കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ക്ലാരിറ്റിയും കൂടെ നിങ്ങൾക്ക് നൽകാം. പിന്നെ ആ വീഡിയോയിൽ ആമേനെ നമ്മൾ വിട്ടപ്പോൾ ആമ പോയത് ഇങ്ങോട്ടാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീടുകളുള്ള ഏരിയയാണ്. അവിടെ ഒരു കാട ഒന്നുമില്ല. ഇതിനങ്ങോട്ട് പോയാൽ ഫുൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വീടുകളാണ്. അപ്പോൾ ആ ആമ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിന് ഒളിക്കാനൊരു സേഫ് ഷെൽട്ടർ ഇല്ല. ആ ആമേനെ ആൾക്കാർ പിടിക്കാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഞങ്ങൾ അതിനെ വിട്ടിരിക്കുന്നത് ഇവിടുന്ന് ആ ആമനെ വഴി തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേ വിട്ടിരിക്കുന്നത്. പിന്നെ ഇത് വഴി എപ്പോഴും വണ്ടി പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ അത് റോട്ടിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ മേത്ത് വലിയ വണ്ടിയും കയറാനുള്ള അപകട സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ജസ്റ്റ് ചെറിയ ഈ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊന്ന് തൊട്ടു അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കുത്തി ഒന്ന് ചവിട്ടി എന്ന് പറയുമ്പോഴത്തേനും കുറേ മൃഗസ്നേഹികൾ രംഗത്തെത്തിയതായിട്ട് കണ്ടു. ഓക്കെ, അപ്പം അപകടത്തിൽപ്പെടേണ്ട ഒരു ആമയായിരുന്നു സേഫായിട്ട് കാനയിലേക്ക് തന്നെ തിരിച്ചുവിട്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്നിലെ മൃഗസ്നേഹിയിലേക്ക് വരാം. ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് തന്നെ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ നിങ്ങൾക്കൊരു വിഷ്വൽ ഞാൻ ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. കുഞ്ഞു വീഴണ്ട, മാറി. ആദ്യം മറ്റേ പട്ടി ഇവിടെ പ്രസവിച്ച് കിടന്നതല്ലേ, 2 കുഞ്ഞുങ്ങളെ. ഭയങ്കര വണ്ടിയുടെ സൗണ്ട് പോട്ടെ. നിൽക്ക്, നീ ഇവിടെ നിന്നു, നീ പറ. ആ പട്ടി പ്രസവിച്ച് കിടന്നിട്ട് കാനയിൽ രാത്രിയിൽ 2 മണിക്കും 1 മണിക്കൊക്കെ ഈ കാനയിലാണ് വീണുകൊണ്ടിരുന്നത്. വണ്ടി പോകും, ഈ കാനയിൽ വീണുകൊണ്ടിരുന്നു അല്ലേ? ആരെടുത്തത് ആ പട്ടിക്കുഞ്ഞുങ്ങളെ? ആ പട്ടിക്കുഞ്ഞുങ്ങൾ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായി. അതിനകത്ത് 2 എണ്ണം ചത്തോട്ട് ഇതെവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇവിടെയാണ്. അതും ആദ്യം തന്നെയാണ് ചെയ്തത്. ഇവിടെ വണ്ടിയൊക്കെ ഇടിച്ച് ചത്തിട്ടും, വണ്ടി ചത്തല്ലേ, കാന വീണത്തില്ലല്ലോ, ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇവിടെയാണ് ആ പട്ടി പ്രസവിച്ചതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ കാണുമ്പോൾ പട്ടിയും കുഞ്ഞുങ്ങളായിട്ടാണ് കാണുന്നത്. പ്രസവിച്ചാണോ എന്താ ഞങ്ങൾക്കറിയില്ല. ഓക്കെ, ഈ കാന ഇപ്പം തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ വേനൽക്കാലത്ത്, മീൻസ് മഴ പെയ്യാത്ത സമയത്ത് ആ പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് ഭയങ്കര അഴുക്കും ഭയങ്കര നാറ്റമുള്ളൊരു ഭയങ്കര മണ്ണുള്ളൊരു കാനയായിരുന്നു. അപ്പോൾ ഈ കാനയിൽ നിന്നാണ് ഞങ്ങൾ പട്ടിക്കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. ഇവിടെ ഒരു അമ്മ പട്ടി 3 പട്ടിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവിടെ മറിച്ചിട്ടേക്കായിരുന്നു. ആ ഒരു ഭാഗത്തായിട്ട് ആ ഭാഗത്തായിട്ട് ആദ്യത്തെ ഒരു പട്ടിക്കുട്ടി വീണു.
ആ ടൈമിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താ വെച്ചാൽ അത്രയും ചേറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പട്ടി പൂണ്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് എന്തോ എടുക്കാൻ പറ്റാതെ ഞാനും മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു വണ്ടി, ആ ഒരു ടൈമിലായിരുന്നു മമ്മി പറഞ്ഞ് എടുക്ക്, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് ചത്തുവും. അതിനുശേഷം അവിടെ അങ്ങനെ ഇറങ്ങിയെടുത്തു. ആ സമയത്ത് ഇതിൻ്റെ പണിയാണ് കൊണ്ടിരിക്കുന്നത്, ഈ കോൺക്രീറ്റിൻ്റെ. അതിനുശേഷം വീണ്ടും വീണു. അത് വീണത് എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതാ ചെടിച്ചട്ടി ഉണ്ടോ, ആ ചെടിച്ചട്ടിയുടെ ആ ഭാഗത്തൊരു കുഴിയുണ്ട്, ഈ കാലയുടെ കണക്ഷനാണ് തോന്നുന്നു. അവിടെയും വീണു. അവിടെയും വീണിട്ട് ഒരു 3 മണിയായപ്പോൾ ഭയങ്കര ശബ്ദം കാരണം പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ട് പോയിട്ട് ഞാൻ 3 മണിക്ക് ഫ്ലാഷും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കുറേ വണ്ടികൾ അതിലും പാസ് ചെയ്തു, പക്ഷെ ഒരാളും പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ തന്നെ അവസാനം ആ ചെടിച്ചട്ടിയെല്ലാം മാറ്റി അവിടെ എൻ്റെ കയ്യും ഫുള്ള് ചേറും പിടിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ ആ പട്ടിക്കുട്ടീനെ എടുത്തു. ഓക്കെ, അപ്പം ആദ്യം ഈ പ്രസവിച്ച പട്ടിയെക്കുറിച്ചിട്ട് പറയാം. അതായത് ഇപ്പം വീഡിയോയിൽ എൻ്റെ മോനാണ്, അതെൻ്റെ മൂത്ത മോനാണ്, ആ മോനാണ് നിങ്ങളോട് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ പട്ടിയെക്കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി ജസ്റ്റ് ഇപ്പോൾ ഒരു 2 വീക്സ് ആവുന്നുണ്ടാവുള്ളൂ ഈ പട്ടി ഇവിടെ പ്രസവിച്ച്. അതിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ പട്ടിക്കുഞ്ഞുങ്ങൾ കാനയെ വീണുവെന്നും അതിനെ രക്ഷിച്ചുവെന്നും അതിനെ രക്ഷിച്ച കുട്ടി തന്നെയാണ് പറയുന്നത്. പുലർച്ചെ 3 മണി എന്നൊക്കെ പറഞ്ഞൊരു സമയം, കുട്ടികൾ പുതച്ചു മൂടി ഉറങ്ങുന്ന ഒരു സമയമാണ്. 3 മണി 4 മണി എന്നൊക്കെ പറഞ്ഞൊരു സമയം. ആ സമയത്ത് വളരെയധികം വൃത്തിഹീനമായ കാനയിൽ, അതായത് ഇപ്പം മഴയായതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും വെള്ളം വന്ന് ഈ കാന ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെയധികം ചെളിയും അഴുക്കൊക്കെ നിറഞ്ഞ് അത്രയും മണമുള്ള വൃത്തികെട്ടൊരു കാനയാണ്. ഈ പരിസരത്തെ സ്ഥലത്തെ എല്ലാ വേസ്റ്റുകളും ഈ കാനയിലേക്കാണ് വരുന്നത്. ഈ കാനയിൽ ആ സമയത്ത് അർദ്ധരാത്രി പുലർച്ചെ ആ സമയത്ത് ഇറങ്ങിയിട്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ മകനെടുത്ത റിസ്ക് എഫേർട്ട് എന്ന് പറയുമ്പോൾ അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി. അപ്പം ഇത് എൻ്റെ മകനാണ്. എൻ്റെ മക്കൾക്ക് ഞാനങ്ങനെ ഒരു ജീവി ഉപദ്രവിക്കുന്ന കണ്ടിട്ട് ഞാൻ ചിരിച്ചു എന്നൊക്കെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പലരും കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും എൻ്റെ കുഞ്ഞ് തന്നെയാണ്. അങ്ങനെ ഒരു പ്രോത്സാഹനം നൽകുന്ന അമ്മയാണെങ്കിൽ ഈ കുട്ടി ഇതെങ്ങനെ ചെയ്തു നമ്മൾ ചിന്തിക്കണ്ടേ. പലപ്പോഴും പല തവണകളായിട്ട് ഈ പട്ടിക്കുഞ്ഞ് വീണ്ടും എനിക്ക് തോന്നുന്നു 6-7 തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഈ പട്ടിക്കുഞ്ഞിൻ്റെ കലിങ്ങിനിടയിൽ പെട്ടു, ആ കാനയ്ക്കിടയിലെ പൊത്തിനിടയിൽ പെട്ടു. അവനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ കരയിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ കലിങ്കിലേക്ക് കാല് ചവിട്ടി പുലർച്ചെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റും കത്തിച്ച് അവൻ കുനിഞ്ഞ് ആ പട്ടിക്കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് അവൻ വേണമെങ്കിൽ കാനയിലേക്ക് പോവാം, എൻ്റെ മൊബൈൽ പോവാം. അവൻ പറഞ്ഞു എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, അയ്യോ അതിനെ എടുക്കണം മോനെ, നീ അത് എടുത്തില്ലെങ്കിൽ വേറെ ആരും അതിനെ എടുക്കില്ല, ആദ്യം നീ എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് അവൻ അത്രയും റിസ്ക് എടുത്ത് എങ്ങനെയൊക്കെയോ എടുത്തതാണ്. ഞങ്ങൾക്ക് അതിനെ എടുക്കാൻ പറ്റുന്ന പോലും അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ജീവൻ രക്ഷിച്ചു. പക്ഷേ ഈ എല്ലാ പട്ടിക്കുഞ്ഞുങ്ങളും ഈ ഒരു റൂട്ടിൽ തന്നെ വണ്ടി കയറിയിട്ട് മരിച്ചുപോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ ചീറിപ്പായുന്ന ഒരു സ്ഥലമാണിത്. അപ്പം എല്ലാ പട്ടിക്കുഞ്ഞുങ്ങളും മരിക്കും. അവൻ തന്നെയാണ് ഇവിടെ വാതിക്കൽ മരിച്ചാണ് പട്ടിക്കുഞ്ഞിനെ എടുത്തിട്ട് കുഴിച്ചിട്ടതും. ഇതുമെല്ലാം അവൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വെള്ളപ്പട്ടി ഞങ്ങൾ രക്ഷിച്ച മറ്റൊരു പട്ടിയാണിത്. ഈ പട്ടിക്കുഞ്ഞിനെ ഇവിടെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു പ്രാവശ്യം മഴയത്ത് തണുത്ത് വരങ്ങലിച്ച് കണ്ടപ്പോൾ ഞങ്ങളതിനെ എടുത്തു. ഞങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യണമെന്നല്ല, കാരണം ഞങ്ങൾക്ക് വളർത്താൻ സ്ഥലമില്ല. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങളതിന് സംരക്ഷണം ഏകി ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കാതുകൊണ്ട് അതിന് സംരക്ഷണം അതിനിപ്പോൾ ഇത് ആക്റ്റീവായിട്ടിരിക്കുന്നു. ഇനി ഇതിന് മുമ്പായിട്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് ഉള്ള കാര്യം പറയാം. ഇതേപോലെ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു, C-സെക്ഷൻ കഴിഞ്ഞു വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന ഭാഗം ഭയങ്കര പാടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പാലക്കാട് തങ്കം ഹോസ്പിറ്റലിൻ്റെ യാക്കര റൂട്ടിൽ, ആ പാലക്കാടുള്ള ഭാഗത്തുള്ള എല്ലാവർക്കും ഞാൻ ഈ റൂട്ട് പറയുമ്പോൾ മനസ്സിലാവും. അവിടെ എപ്പോഴും എന്താ പറയുക, ഇതേപോലെ ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ വണ്ടിക്കടിയിൽപ്പെട്ട് എപ്പോഴും മരിക്കുന്നൊരു സ്ഥലമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വളരുന്ന പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും എപ്പോഴും കൊണ്ട് നിക്ഷേപിക്കുന്നൊരു സ്ഥലമാണ് അവിടെ. കാരണം കാടായതുകൊണ്ടും അധികം ആൾവാസമില്ലാത്തത് കൊണ്ടൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരുപാട് മൃഗക്കുഞ്ഞുങ്ങളെ കാണാം. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഹസ്ബൻഡ് ഒരു 11 മണി 12 മണി സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ വാങ്ങാനും പാമ്പേഴ്സ് വാങ്ങാനും വേണ്ടി ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തോട്ട്, അതായത് അവിടെ മെഡിക്കൽ ഷോപ്പുണ്ട് 24 hours, അങ്ങോട്ട് പോകുന്ന വഴിക്ക് മുമ്പിൽ പോയ ഒരു ആളുടെ കാറ് തട്ടിയിട്ടൊരു പട്ടിക്കുഞ്ഞ് തെറിച്ചുപോയി. ആ കാറുകാരൻ നോക്കാതെ വിട്ടുപോയി. പുള്ളി കാണുന്നത് പിന്നെ അത് ഇഴഞ്ഞ് പുള്ളിയുടെ കാറിൻ്റെ മുമ്പിലോട്ട് വരുന്നതാണ് കണ്ടത്. പുള്ളി നോക്കുമ്പോൾ കുഞ്ഞൊരു പട്ടിക്കുഞ്ഞ് അതിന് ജസ്റ്റ് വണ്ടി തട്ടിയിട്ട് കാലിനെന്തോ പരിക്ക് പറ്റി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടു എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് മഴയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞിരിക്കുക, കുഞ്ഞ് പട്ടിക്കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ പാലൊക്കെ കുടിച്ച് അമ്മയുടെ ചൂട് പറ്റി കിടക്കേണ്ട ഒരു സമയമാണ്. ഞങ്ങൾക്ക് അവിടെ തീരെ വളർത്താൻ ഒരു സൗകര്യമില്ല, മഴയും ന്യൂ ബോൺ ബേബീസും ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നറില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒട്ടും അടിക്കേണ്ട, കൊണ്ടുപോവാ, കുഞ്ഞല്ലേ അതിനിപ്പോൾ വണ്ടിയും തട്ടിയതല്ലേ, അത് ഇനി അവിടെ വിട്ടാൽ അത് വേറെ ഏതെങ്കിലും വണ്ടി കയറി ചത്തുപോകും.
എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അദ്ദേഹം എടുത്തിട്ട് വന്ന് ഞങ്ങൾ കാരണം അതെൻ്റെ ഒരു അമ്മ മനസ്സായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ സേഫായിട്ട് എൻ്റെ പാല് കുടിച്ചിറങ്ങുമ്പോൾ ഒരു മിണ്ടാപ്രാണി ആ റോട്ടിൽ മഴയും കൊണ്ട് കിടക്കുന്നുള്ള എൻ്റെ ഒരു ഇതായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായി. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ മിണ്ടാപ്രാണി എടുക്കാതിരിക്കുമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ഹോസ്പിറ്റൽ കയറി ഇറങ്ങുന്ന സമയമായിരുന്നു. ന്യൂ ബോൺ ബേബീസ് ആയിരുന്നു, അണ്ടർ വെയ്റ്റ് ആയിരുന്നു ഒരു കുഞ്ഞ്, വയ്യായികയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളായിരുന്നു, സൗകര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അർദ്ധരാത്രിയിൽ അവനെ ആ റോട്ടിൽ ഉപേക്ഷിച്ചില്ല, ഞങ്ങൾ കൊണ്ടുവന്നു. കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നീട് അവനെ വളർത്തിയതും ഈ ഒരു തരത്തിലേക്ക് ആക്കിയതെല്ലാം എൻ്റെ മോനായിരുന്നു. അന്ന് അവൻ 5ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഉഷാറായി, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അവൻ ഉഷാറായി. പാലക്കാട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയം ഞങ്ങൾക്ക് അതിനെ എവിടെ ഉപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിനെ അവിടെ ഒരു വീട്ടിൽ കൊടുത്തിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ 3 മിണ്ടാപ്രാണികളുടെ കണ്ടു, പട്ടികളുടെ കണ്ടു. ഇനി പൂച്ചയിലേക്ക് വരാം. ഇതേപോലെ ഞങ്ങൾ പാലക്കാട് ഏകദേശം ഒരു 2013 or 14 ആ സമയത്ത് ഞങ്ങൾ താമസിച്ച സമയത്ത് ഒരു വീട് താമസിച്ച് അവിടെ മാട്ടുമന്ത എന്ന് പറയും, പാലക്കാട് മാട്ടുമന്ത ശ്മശാനം ആ ഒരു ഏരിയയിൽ അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ ഭാഗത്ത് താമസിച്ച. ഈ വീഡിയോ കാണുന്ന മാട്ടുമന്തയിലുള്ളവർക്കും മനസ്സിലാവും ആ ഒരു സ്ഥലത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന്. അവിടെ ഇതേപോലെ കാടുകളും കാര്യങ്ങളൊക്കെ അവിടെയും പതിവ് കാഴ്ചയാണ്. ഇതേപോലെ പട്ടിക്കുഞ്ഞുങ്ങളാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ വണ്ടി കയറിയിട്ടും ഒക്കെ ചത്ത് കിടക്കുന്ന സ്ഥിര കാഴ്ചയാണ്. ആൾക്കാർ അവിടെ കൊണ്ട് ഉപേക്ഷിക്കും. വീട്ടിൽ വളരുന്ന മൃഗങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെയും കൊണ്ട് ഉപേക്ഷിക്കുമായിരുന്നു. ഇത് എപ്പോഴും ഒരു സങ്കട കാഴ്ച തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ റോട്ടിൽ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നു. നോക്കുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് ഇതേപോലെ വണ്ടി തട്ടി തെറിച്ച് വീണ് കിടക്കുന്ന കാഴ്ചയാണ്. അപ്പം കോലും കൊണ്ട് കുറേ പേര് എന്നെ കുത്തി നോക്കണം. പുള്ളി വേഗം എന്നെ വിളിച്ചു. എന്ത് ചെയ്യും, ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ്. ഞാൻ പറഞ്ഞു എടുക്കും, നമുക്ക് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് റെഡിയാക്കിയിട്ട് വലുതാകുമ്പോൾ നമുക്ക് വിടാം. കാരണം ഞങ്ങൾക്ക് ഇതിന് വളർത്താനുള്ള സാഹചര്യം അന്നുമില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അത്രയും ഒരു സ്പേസ് ഇല്ല. അങ്ങനെ ആ പൂച്ചക്കുഞ്ഞ് എടുത്തിട്ട് വന്ന് അതാണിത്. പക്ഷേ ഇതൊരു സംഭവം തന്നെയായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വളർത്തി. അവൻ സാധാ പൂച്ച ആയിരുന്നില്ല. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അവൻ വീട്ടിൽ നിൽക്കില്ല എന്നുള്ള കാര്യം അന്നേ ഡോക്ടർ പറഞ്ഞു. ഡോക്ടറാണ് പറഞ്ഞത് സാധാ പൂച്ച അല്ല എന്നുള്ളതും. അവൻ വളർന്ന് വലുതായി ഉഷാറായിട്ട് അവൻ തിരിച്ചുപോയി, അവൻ കാട്ടിപ്പോയി. ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പൂച്ചക്കുഞ്ഞ്. ഇതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് വളരെ സുന്ദരമായിട്ടൊരു പൂച്ചക്കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അപ്പം ഉണ്ട്, ഞങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പം ഈ സൗകര്യമില്ലാത്തടത്തേക്ക് ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എത്ര റിസ്ക്കാണ്. എന്നിട്ട് ഞങ്ങൾ റിസ്ക് എടുത്തത് മിണ്ടാപ്രാണിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇതും തെരുവിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചൊരു പട്ടിക്കുട്ടി തന്നെയാണ്. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പം ഡെലിവറിക്ക് ഏകദേശം ഒരാഴ്ച മാത്രമുള്ളപ്പം ഒരു പട്ടി വട്ടം ചാടി വണ്ടി സഡൻ ചവിട്ടി ഞാൻ ഫ്രണ്ടിലേക്ക് തെറിച്ചു പോയിരുന്നു. ഭാഗ്യത്തിന് വൈറസ് എവിടെ തട്ടിയൊന്നുമില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. ആ സമയം ഞാൻ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെട്ടു, നോക്കണ്ടേ പട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ. അന്ന് തന്നെ പുള്ളി കുറേ ചീത്ത പറഞ്ഞു. കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്നല്ല, പട്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ ചീത്ത പറഞ്ഞിരുന്നു. ഈ അണ്ണാങ്കുഞ്ഞിനെ ഞങ്ങൾക്ക് പരിക്കുകളോടെ കിട്ടിയതാണ്. മറ്റൊന്ന് താഴെ വീണിട്ട് കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് പിന്നെ ഞങ്ങൾ അതിനെ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അതിനെയും ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഇതുപോലെ കൺവെട്ടത്ത് അപകടം സംഭവിക്കുന്ന പല മൃഗങ്ങളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടിക്കാലത്തൊരു മൃഗസ്നേഹം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര മൃഗസ്നേഹിയാണ് എന്നല്ല ഞാൻ വാദിക്കുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ് എന്ന് തുറന്ന് കാണിക്കുകയല്ല, എന്നിലെ ചെറിയ രീതിയിലൊരു മൃഗസ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ആ വീഡിയോയുടെ അടിയിൽ മിണ്ടാപ്രാണിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ എന്നെ മറ്റൊരു രീതിയിൽ പറയുന്ന രീതിയിൽ കമൻറ്റുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കോഴീനെയൊക്കെ അറക്കുന്ന സമയത്ത്, നമ്മൾ വളർത്തിയ കോഴീനെയൊക്കെ അറക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് കുറേ ദൂരം ഓടും. അതായത് ഈ കോഴിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല, കോഴീനെ അറക്കുന്നു എന്നുള്ള സങ്കടം കൊണ്ട് കുറേ ദൂരം ഞാൻ ഓടും. എന്നിട്ട് വീട്ടിൽ വെക്കുന്ന ചിക്കനൊന്നും ഞാൻ കഴിച്ചിരുന്നു. ഒരു പ്രായം വരെ ഞാൻ ചിക്കൻ കഴിക്കില്ലായിരുന്നു, കാരണം ഇത് വീട്ടിൽ കോഴി അറക്കുന്നതുകൊണ്ട്. പിന്നെ ഞാൻ ഫിറ്റ്നസ്സിലോട്ടൊക്കെ വന്നു, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ചിക്കൻ പ്രോട്ടീനാണ്, എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റാണ്. എനിക്കത് കഴിച്ചേ പറ്റുള്ളൂ, എൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻ വേണം. അങ്ങനെ ഞാൻ പതിയെ ചിക്കൻ കഴിച്ച് തുടങ്ങി. ഇപ്പം ഞാൻ അത്യാവശ്യം ചിക്കൻ കഴിക്കാറുണ്ട്. ബീഫ് ഞാൻ കുട്ടിക്കാലം മുതലേ ആസ്വദിച്ച് കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഇവിടെ എറണാകുളത്ത് വന്ന് 2 വർഷം ആയപ്പോൾ ഞാൻ പോത്തിനെ അറക്കുന്ന, ഇവിടെ മാർക്കറ്റ് തൊട്ടടുത്താണ്. അപ്പോൾ ഈ ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെയൊക്കെ പോത്തിനെ അറക്കാൻ കെട്ടിയിട്ടതൊക്കെ. മാത്രമല്ല ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ, എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ബലിപെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് പോത്തിനെയൊക്കെ അറക്കാൻ വേണ്ടിയിട്ട് പല വീടുകളിലും പല സ്ഥലങ്ങളിലൊക്കെ കെട്ടിയിടുമല്ലോ, അങ്ങനെ ഓരോ ആൾക്കാർ ചെയ്യുമല്ലോ. അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കണ്ണിൽ അറക്കുന്നതെല്ലാം അറക്കാൻ കൊണ്ട് നിർത്തിയ ആ ഒരു അന്തരീക്ഷവും ഒരു പോത്തിനെ ഞാൻ ഫേസ് ടു ഫേസ് കണ്ണിൽ നോക്കാനും ഇടയായി. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ 2 വർഷമായിട്ട് ബീഫും ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കളിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല, ഞാൻ അങ്ങനെയാണ്, ഇനി ഒരു പക്ഷേ കോഴി അറക്കുന്ന കണ്ടാൽ ഞാൻ കോഴി കഴിക്കുന്നത് നിർത്തും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അതെന്നെ കാണിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഇനി എനിക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പം ഞാനിത് ഭയങ്കര മൃഗസ്നേഹിയാന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ, എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ്സ് വരുമ്പോൾ അത്യാവശ്യം ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ സമൂഹത്തോട് ഞാനത് പറയണ്ടേ അല്ലേ.
മാത്രമല്ല എൻ്റെ കുട്ടിക്കാലത്ത് ക്ലോസറ്റിൽ വീണിട്ടുള്ള എലീനെയും പാറ്റേനെയും തവളേനെയൊക്കെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ അടച്ചുറപ്പുള്ള ക്ലോസറ്റിൽ എങ്ങനെയാണ് ഇതൊക്കെ വീഴുന്നതെന്നുള്ളത്. അടച്ചുറപ്പുള്ള ഒരു ക്ലോസറ്റുള്ള ഒരു ബാത്റൂം ആയിരുന്നില്ല. എൻ്റെ പപ്പയുടെ തറവാട്ടിൽ പറമ്പിലൊരു ബാത്റൂം ഇങ്ങനെ കെട്ടിയിട്ട് കുളിമുറിയൊക്കെ കെട്ടിയിട്ട് അത് പിന്നെ റൂഫൊന്നും ഇടാതെയും വാതിലൊന്നും വെക്കാതെയും അവിടെ ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പം സ്ഥിര പതിവാണ്, അത് ആരും ഉപയോഗിക്കില്ല. എന്നാൽ അതിൽ ഈ പറയുന്ന ഇഴജന്തുക്കളൊക്കെ വീഴുന്നത് ഒരു സ്ഥിരം പരിപാടി. എൻ്റെ പരിപാടി ഇതിനെയൊക്കെ രക്ഷിക്കുക. ഈ കവറ് കെട്ടിയിട്ടും അത് കെട്ടിയിട്ടും എലീനെ എടുക്കുക. പേടിയാണ്. കുട്ടിയായിരുന്ന സമയത്ത് ഇതിനൊക്കെ തൊടാൻ നമുക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് പണ്ട് പല മൃഗങ്ങളെ പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയും. ആമേനെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ കിട്ടുന്നൊരു വസ്തുവാണ്. അപ്പോൾ അങ്ങനെ ഇവർ പേടിക്കുമോ, ഇവർക്ക് പേടിയായിരിക്കുമോ ഇവർ പ്രകടിപ്പിക്കുക എന്നുള്ളൊരു ഇതിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ അതിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു, ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങൾ ക്രൂരമായിട്ട് ഉപദ്രവിച്ചതല്ല. കാരണം അത് വീഡിയോ കാണുന്ന പലർക്കും ഉപദ്രവമായിട്ട് തോന്നിയാലും അമ്മ എന്ന നിലയിൽ എനിക്കറിയാം അവരെന്താണ് അതിൽ ചെയ്തതെന്ന്. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, ക്ലാരിറ്റി തരുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. കാഴ്ചക്കാർക്ക് പല രീതിയിൽ അതിനെ വിലയിരുത്താം. പക്ഷേ ഈ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മിണ്ടാപ്രാണികൾ ഞാൻ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നവരുടെ അടുത്തേക്ക് എനിക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്ത തെളിവുകളാണ്. അപ്പം ആ വീഡിയോയിൽ കാണുന്ന 2 പട്ടികളും അതേപോലെ ഞാൻ വളർത്തിയിട്ടുള്ള ഒരു പട്ടീനെയൊക്കെ ഞാൻ തെരുവിൽ നിന്ന് എടുത്തിട്ടുള്ള സംരക്ഷണം നൽകിയിട്ടുള്ളത്. ഈ പട്ടിക്കുഞ്ഞുങ്ങളും ഇവിടെ ഉള്ളപ്പം ഞാനതിന് പുറത്ത് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. ആ തൊട്ടടുത്ത വീട്ടിൽ അവരും വളരെ വളരെ മൃഗസ്നേഹം, അവിടെ 3 പട്ടികളുണ്ട്. എന്നാലും അവർ ഈ പട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ വഴിയിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഈ പട്ടിയെ കാണുമ്പം ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടിരുന്നത്. കാരണം അതൊരു പ്രസവിച്ച പട്ടിയാണ്, അതിന് 2-3 കുഞ്ഞുങ്ങളുണ്ടെന്ന് കൺമുമ്പിൽ കണ്ടിട്ടുള്ള ഇവിടുത്തെ മറ്റ് പരിസരവാസികൾ ആരും അതിന് സംരക്ഷണം കൊടുത്തിട്ടില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടില്ല. അവരെല്ലാവരും പോയി പട്ടി എന്ന് പറഞ്ഞാൽ അതിനെ ആട്ടി ഓടിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പം മൃഗസംരക്ഷണം, മൃഗസ്നേഹം എന്നൊക്കെ പറയുമ്പം ഒരു വീഡിയോയുടെ അടിയിൽ നിന്ന് കമൻറ്റ് ഇടുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലോട്ട് എല്ലാ രീതിയിലും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും മനുഷ്യർക്ക് വേണ്ടിയിട്ടും ചെയ്യണം. എനിക്ക് നിങ്ങളോട് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്, ഞാൻ മൃഗങ്ങളുടെ കാര്യത്തിലും മനുഷ്യൻ്റെ കാര്യത്തിലും ഞാൻ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നാളെയും ചെയ്യും. ഇനി മരണം വരെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് വിസിബിൾ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളെല്ലാം പെറുക്കി കൂട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി വിട്ടുപോയ കാര്യങ്ങൾ ഞാൻ കമൻറ്റായിട്ടോ ഡിസ്ക്രിപ്ഷനായിട്ടോ എഴുതിയിടുന്നതാണ്.